എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബോളി എന്ന് പറയും, നമ്മളെ നാട്ടിലെല്ലാം ഹോളിക എന്നാണ് പറയുക. അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 250 ഗ്രാം കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ 250 ഗ്രാമിൻ്റെ ഒരു ഗ്ലാസ്സിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 വിസിലാകുന്ന വരെ നന്നായിട്ട് വേവിക്കണം. കടലപ്പരിപ്പിന് നല്ല വേവുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിക്കണം. ഒരു 4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അടപ്പിട്ടിട്ട് 4 വിസിലാകാൻ വേണ്ടി വെക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബോളിക്കുള്ള മാവ് മിക്സ് ചെയ്ത് വെക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ്. ചില ആൾക്കാർ ഇതിൽ വെറും മൈദ കൊണ്ടാണ് ബോളി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ റവയും കൂടി ഇടും. നമ്മളെ നാട്ടിലെല്ലാം റവ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് റവ ഇടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 50 ഗ്രാം റവയും കൂടി ഇട്ടാൽ നമുക്ക് പരത്തിയെടുക്കാനുള്ള ഈസി ആയിട്ട് കിട്ടും. 50 ഗ്രാം റവ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഇതൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും റവയെല്ലാം കൂടി. എന്നിട്ട് നമുക്കൊരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നമുക്ക് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി വേണം. ഓയിൽ കുറച്ച് നല്ലോണം തന്നെ വേണം ഇതിന്. ഇത് കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാ 4 ടേബിൾ സ്പൂൺ ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാൻ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ രീതിയിൽ തന്നെ, പക്ഷേ കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പരത്തിയാൽ പെട്ടെന്ന് പരത്താൻ കഴിയുന്ന രീതിയിലേക്കണം ഇത് മിക്സ് ചെയ്യേണ്ട. കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം ഞാനിത് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ നല്ല ലൂസായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് വെക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം, ഒരു അരമണിക്കൂർ വെച്ചാലും പ്രശ്നമില്ല, ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ച പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും വെന്തത്. അങ്ങനെ നല്ലോണം വേണം. ഒരു 4 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തൊട്ട് നോക്കാം. ഇതാ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒഴിവായതിന് ശേഷം നമുക്ക് ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് അരച്ചെടുക്കാം. 3-4 പ്രാവശ്യമായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഒന്നിച്ചരച്ചാൽ അരിയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഞാൻ പഞ്ചസാര പിന്നെയാണ് ഇടുന്നത്. ഇത് കുറച്ചായിട്ട് 4 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 പ്രാവശ്യമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ജാസ്തി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഓയിലോ ഗീയോ എന്ത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് ഒരു അര ടീസ്പൂണ് ഏലക്ക പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരും.
അപ്പം നമ്മൾ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തണിഞ്ഞതിന് ശേഷം ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. കുറച്ച് തണിഞ്ഞാലേ ഇതിങ്ങനെ ഉരുളകളാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നല്ല ലൂസായിട്ടാണുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ ബോളാക്കിയിട്ട് മാറ്റിയാലും നമുക്ക് കുറച്ച് സമയം വെക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒരു കൈ കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 2 കൈ കൊണ്ടാണെങ്കിൽ ഇത് പെട്ടെന്നാവും. ഇത് ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആയി കിട്ടുന്നുണ്ട്. റവ കൂട്ടിയാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. വെറും മാവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൈ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 2 കൈ തന്നെ കൂട്ടേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കടലാസ് പോലത്തെ ചെറിയ ബോളിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇനിയും ചെറിയ മാവ് എടുക്കാം. ഞാൻ കുറച്ച് തടിയുള്ള തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് അതിൽ പരത്തിയെടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെച്ചിട്ടാണ് ഇതെല്ലാം പരത്തിയെടുക്കുന്നത്. എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കൈ കൊണ്ട് തന്നെ പരത്താൻ പറ്റും. നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പരന്നിട്ട് തന്നെ വരും. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ മേലെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാനും പറ്റും. ഞാനിതാ നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഒരു കവറിൽ വെച്ചിട്ടാണ് ഞാൻ പരത്താൻ നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് ചെറിയ സ്മൂത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പലൻ്റെ മുകളിൽ പരത്തിയെടുക്കാൻ പറ്റും. കുഴൽ വെച്ച് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ അത്രക്കും സ്മൂത്താക്കിയിട്ട് എടുക്കുന്നില്ല. ഒരുമാതിരി തടിയുള്ളത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് കുറച്ചും കൂടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി തവയിലിടാം. ഇത് ചപ്പാത്തി ആക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചാൽ മതിയാവും. ഗീ വേണമെങ്കിൽ ഇട്ടിട്ട് ഗീ ഇട്ടാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിതാ 1-2 എണ്ണത്തിൽ ഗീ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പം ചൂടാക്കുന്ന സമയത്തും ഗീ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ ഇത് നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിന് കുറച്ച് സമയം തന്നെ വേണം. പരിപ്പ് വേകാനും സമയം പിടിക്കും. പിന്നെ ഈ മാവ് കുറച്ച് കമീറായി കിട്ടാനെല്ലാം കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇത് സമാധാനത്തിൽ തന്നെ ഉണ്ടാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാ ബോളി റെഡിയായി വന്ന്. നമ്മളവിടെ ഹോളിക എന്നാണ് പറയുക. അപ്പോൾ ഇതാ ബോളി നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള നമുക്ക് പരിപ്പ് ബാക്കിയുണ്ടെങ്കിൽ ആ ഉരുള നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് 1-2 ദിവസം കഴിഞ്ഞിട്ടും നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല പൊങ്ങി വരും. നല്ല ചപ്പാത്തിയെല്ലാം ചുടുമ്പോൾ പൊന്തുന്ന മാതിരി നല്ലോണം പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾക്ക് ഗീ എല്ലാം ചേർത്തിട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.